എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ട് എങ്ങനെയാണ് നല്ല അടിപൊളിയായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് തയ്യാറാക്കുന്നത് നോക്കാം. ഇന്ന് നമ്മൾ ബ്രെഡ് തയ്യാറാക്കുന്നത് OTG ഓവനിലാണ്. നമ്മൾ ഓവൻ ഇല്ലാതെ ബ്രെഡ് തയ്യാറാക്കുന്ന വീഡിയോ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഈ ബ്രെഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പാക്കറ്റിൽ കിട്ടുന്ന ഗോതമ്പ് പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഏത് ബ്രാൻഡിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് നമ്മൾ ഈ ബ്രെഡ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 മില്ലിയാണ്. നമ്മൾ ഈ ബ്രെഡിൽ മൈദ ഒന്നും ചേർക്കുന്നില്ല, മുഴുവനും ഗോതമ്പ് പൊടിയിലാണ് ബ്രെഡ് ചെയ്യുന്നത്. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ബ്രെഡിൽ അവർ ഗോതമ്പ് പൊടിയുടെ ഒപ്പം തന്നെ കുറച്ച് മൈദയും കൂടെ ഇടാറുണ്ട്. മൈദ ഇടുമ്പോൾ ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ് മൈദ ഇടുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ടാണ് ബ്രെഡ് ചെയ്തെടുക്കുന്നത്. ഈ ബ്രെഡിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പാണ് വേണ്ടത്. ആ ബ്രെഡിന് കറക്റ്റ് ഉപ്പ് വരണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഉപ്പ് വേണം. അതുപോലെ നമ്മൾ ഈസ്റ്റ് വേണം ബ്രെഡ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഈസ്റ്റ് ഇതിൽ ആക്ടിവേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് നമ്മൾ ഇടുന്നത്. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ ഡയറക്റ്റ് നമുക്ക് പൊടിയിൽ ചേർക്കാം. ഇനി ആക്റ്റീവ് ഡ്രൈ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും അതുപോലെ ചെറിയ ചൂടുള്ള കുറച്ച് വെള്ളം കൂടി അടച്ച് ഒരു 8 മിനിറ്റ് മാറ്റി വെക്കുക. അതിനുശേഷം അത് പതഞ്ഞു പൊങ്ങി വരുമ്പോൾ ഇതിൽ ചേർത്ത് കുഴയ്ക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ എന്ന് പറയുമ്പോൾ ഏത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. വെളിച്ചെണ്ണ വരെ ഇതിലേക്ക് ചേർക്കാം. വെളിച്ചെണ്ണയോ നെയ്യോ അതുപോലെ തന്നെ ഒലിവ് ഓയിലോ സൺഫ്ലവർ ഓയിലോ ബട്ടറോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. നമ്മളിവിടെ 2.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിത് കുറച്ച് ഹെൽത്തി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പാലൊക്കെ വെച്ചിട്ട് കുഴയ്ക്കാം. അപ്പോൾ ഒന്നുകൂടെ നല്ല സോഫ്റ്റ് ആകും. അപ്പോൾ നമ്മളിവിടെ വെള്ളം വെച്ചിട്ടാണ് കുഴയ്ക്കുന്നത്. അതുപോലെ ഇത് കുഴയ്ക്കുമ്പോൾ ചപ്പാത്തിയെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു മാവിലാണ് നമുക്ക് വേണ്ടത്. ഇത് കുഴയ്ക്കുന്നതിലാണ് ബ്രെഡിൻ്റെ സോഫ്റ്റ്നെസ് ഇരിക്കുന്നത്. നമ്മൾ എത്ര നന്നായിട്ട് കുഴയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് കിട്ടും. അപ്പോൾ ഒരു 15 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് കുഴയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അത്ര അടിപൊളിയായിട്ടുള്ള ബ്രെഡ് കിട്ടും. അപ്പോൾ കൈ വെച്ചിട്ടാണെങ്കിൽ കൗണ്ടർ ടോപ്പിന് മേലെ ഇട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റാൻഡ് മിക്സറിലാണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് കുഴയ്ക്കുക. അപ്പോഴാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് കിട്ടുക. മിനിമം ഒരു 15 മിനിറ്റെങ്കിലും ഇത് കുഴയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ ഒരു 15 മിനിറ്റ് ഇത് കുഴച്ചെടുത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാണ്. ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം ഇത് കുഴയ്ക്കാൻ. അപ്പോഴാണ് ബ്രെഡ് നല്ല സോഫ്റ്റ് ആകുക. അതുപോലെ ഈ ബ്രെഡിൻ്റെ മാവ് ഇങ്ങനെ വലിക്കുമ്പോൾ ഇങ്ങനെ സ്ട്രെച്ച് ആവണം. അതാണ് അതിൻ്റെ കറക്റ്റ് പരുവം. അപ്പോൾ സ്ട്രെച്ചബിൾ ആണെന്നെങ്കിൽ മാത്രമേ നമുക്കത് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിന് മേലെ ഇട്ട് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. നമ്മൾ നന്നായിട്ട് കുഴച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡ് തയ്യാറാക്കി വരുമ്പോൾ അത് നല്ല ഹാർഡായിട്ടിരിക്കും. അപ്പോൾ നമ്മളൊരു എണ്ണ തടവിയ പാത്രത്തിലേക്ക് നമ്മൾ മാവ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം. കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിക് റാപ്പോ അല്ലാന്നുണ്ടെങ്കിൽ നനഞ്ഞ ടവലോ എടുക്കാവുന്നതാണ്. മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കാം. മാവ് ഇപ്പം നമ്മൾ ഡബിളാക്കി എടുത്തിട്ടുണ്ട്. ഒരു 2 മണിക്കൂറാണ് ഞാനിവിടെ മാറ്റി വെച്ചിട്ടുള്ളത്. ചൂടുള്ള സ്ഥലമാണെങ്കിൽ 1 മണിക്കൂറിൽ ഇത് റെഡിയാകും. ഇനി നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് കുഴച്ചിട്ട് ഒരു ബ്രെഡിൻ്റെ ഷേപ്പിലാക്കി മാറ്റാം. അപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ മുകളിലിട്ട് കുറച്ച് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കതിൻ്റെ എയർ ബബിൾസ് ഒക്കെ നന്നായിട്ടൊന്ന് കളഞ്ഞെടുക്കാം. ഇനി നമ്മളിത് നന്നായിട്ട് കൈവച്ചിട്ട് ഒന്നുകൂടെ കുഴച്ചിട്ട് നമുക്കൊരു ബ്രെഡിൻ്റെ ഷേപ്പിൽ ഒന്ന് ഉരുട്ടിയെടുക്കാം. അങ്ങനെ പ്രത്യേക മെത്തേഡൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം കുഴയ്ക്കാൻ. ഉള്ളിലേക്ക് മാവ് പോയിട്ട് നല്ല സ്മൂത്താക്കി ഇത് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇത് ഒന്ന് ഉരുട്ടിയിട്ട് ഒരു ബ്രെഡിൻ്റെയൊക്കെ ഷേപ്പിലേക്ക് വരുത്തുക. എത്രയും നന്നായിട്ട് നമ്മളിത് കുഴയ്ക്കുന്നോ അത്രയും നല്ല സോഫ്റ്റായിട്ട് ബ്രെഡ് കിട്ടും. അപ്പോൾ ഇത് കുഴച്ചെടുത്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ഉരുട്ടി ഒരു ലോഗ് ഷേപ്പിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബ്രെഡ് ബേക്ക് ചെയ്യാനായിട്ട് ഉള്ള പാത്രത്തിലേക്കൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മളിതുപോലെ ഒരു ചെറിയൊരു ബ്രെഡ് ലോഫ് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിൽ കുറച്ച് ഓയിൽ തടവിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ബ്രെഡിൻ്റെ മാവ് വെച്ച് കൊടുക്കാം. ഇനി ഈ ടിന്നിലിരുന്ന് കുറച്ചുകൂടെ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴാണ് ബ്രെഡ് ഒന്നുകൂടെ പൊങ്ങിയിട്ട് ബ്രെഡിൻ്റെ ഷേപ്പിലേക്ക് വരിക. അപ്പോൾ ഇത് വീണ്ടും കവർ ചെയ്തിട്ട് ഒരു മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം. തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടി സമയം എടുക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ബ്രെഡ് നന്നായിട്ട് പൊങ്ങി വന്നാലാണ് ആ കറക്റ്റ് ടെക്സ്ചറിൽ കിട്ടുക. അപ്പോൾ നമ്മളിവിടെ ഒരു 30 മിനിറ്റ് ചെറിയ ചൂടുള്ള സ്ഥലത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇത് ഫെർമെൻ്റ് ആക്കി എടുക്കാം.
ഇപ്പോൾ ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഒന്നുകൂടെ നന്നായിട്ട് ഫെർമെൻ്റായി പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാം. ബേക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. നമ്മൾ OTG ഓവനാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെക്കുക. താഴത്തെയും മുകളിലത്തെയും കോയിൽ ഹീറ്റാക്കിയിട്ടാണ് ബേക്ക് ചെയ്യാനായിട്ട് വെക്കേണ്ടത്. അപ്പോൾ അത് പ്രീ ഹീറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗം ഹാർഡായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. എള്ള് ഇട്ട് കൊടുക്കാം, വെളുത്ത എള്ളോ കറുത്തെള്ളോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സീഡ്സ് വാങ്ങിക്കാൻ കിട്ടും, അതൊക്കെ ഇട്ട് കൊടുക്കാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഫ്ലാക്സ് സീഡ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഓട്സ് ഒക്കെ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാണുമ്പോൾ ഉള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആണ്. നമ്മളിതുപോലൊരു സീഡാണ് എടുത്തിട്ടുള്ളത്. ഇതിവിടെ കിട്ടുന്നൊരു സീഡാണ്. ബ്രെഡ് നമുക്ക് ഓവനിൽ മാത്രമല്ല ഓവനില്ലാതെയും ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നമ്മളിതിന് മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കുക്കറിലോ സോസ് പാനിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനി ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ 2 കോയിലും ഹീറ്റാക്കിയിട്ടുള്ള ഓപ്ഷനാണ് OTG ഓവനിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. കൺവെക്ഷൻ ഓവൻ ആണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രിയിൽ തന്നെ നോർമൽ ഇതിൽ ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇനി അടച്ചതിന് ശേഷം 30 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. മിനിറ്റ് ഇപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബ്രെഡ് ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി അത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം നമുക്ക് ഈ ബ്രെഡ് ഈ ടിന്നിൽ നിന്ന് മാറ്റി വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതിലിടുന്നത് അതിൻ്റെ ഈർപ്പം വന്നിട്ട് പെട്ടെന്ന് ചീത്തയായി പോകും. എടുത്ത വഴിയെ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറോ ഓയിലോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അതുപോലെ ഇതിൻ്റെ മുകളിലായിട്ടൊരു ടവൽ ഇട്ടിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്രെഡ് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പുറം ഭാഗം ഒരുപാട് ഹാർഡാവില്ല. കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെഡ് കുറച്ചൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഈ പാത്രത്തിൽ നിന്ന് മാറ്റാം. എന്നിട്ട് ഇതെങ്ങനെയാണ് സോഫ്റ്റ് ആണോ അല്ലയോ എന്നൊക്കെ നോക്കാം. ഓയിൽ ബ്രഷ് ചെയ്തായിരിക്കുന്ന കാരണം നന്നായിട്ട് തന്നെ ഇളകി വന്നു. നല്ല ഗോൾഡൻ കളറിൽ എല്ലാ ഭാഗവും ഒരേപോലെ നല്ല കളറിൽ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ബ്രെഡാണ്. നിങ്ങൾക്ക് തൊടുമ്പോൾ തന്നെ അറിയാം, നല്ല പഞ്ഞി പോലുള്ള ബ്രെഡാണ്. അപ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം. ഞാനിവിടെ നന്നായിട്ട് തണുക്കുന്നതിന് മുന്നാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എന്ത് സാധനം ഉണ്ടാക്കിയാലും ചൂടാറുന്നതിന് മുന്നേ ഇവിടെ കട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ മക്കൾക്ക് വീട്ടിലുണ്ടാക്കുന്ന ബ്രെഡ് ഭയങ്കര ഇഷ്ടമാണ് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും. അപ്പോൾ ഇതും ബട്ടറും കൂടി അവർക്ക് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ബ്രെഡ് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ആ ബ്രെഡ് ബേക്ക് ചെയ്യുമ്പോൾ മണം എന്ന് പറയുന്ന ഒരു പ്രത്യേക മണമാണ്. അതുപോലെ തന്നെ യാതൊരു പ്രിസർവേറ്റീവും ഇല്ലാതെ നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ബ്രെഡാണ്. കുട്ടികൾക്കൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ബ്രെഡാണ്. അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നന്നായിട്ട് തണുത്തിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വരും. ഇതിപ്പം ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ബ്രെഡ് കട്ട് ചെയ്യാനായിട്ടൊരു നൈഫ് കിട്ടും. ഇതുപോലെ അണീവനായിട്ടുള്ള ഇതുള്ള നൈഫ് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് ബ്രെഡ് കട്ട് ചെയ്തെടുക്കാൻ പറ്റും, സ്മൂത്തായിട്ടുള്ള നൈഫ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും. അപ്പോൾ നല്ലതായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടോടെ കട്ട് ചെയ്തിട്ട് തന്നെ നന്നായിട്ടിത് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നമ്മൾ ഗോതമ്പ് പൊടി മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ബ്രെഡാണ്. നമ്മളിതിന് മുൻപ് ഒരു ബ്രെഡ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതേ റെസിപ്പി ആണോ എന്ന് ചോദിച്ചാൽ പക്ഷെ അന്ന് ചെയ്തപ്പോൾ എനിക്ക് അത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. അത് ഞാൻ പാനിൽ വെച്ചതിന് ശേഷം അത് വീണ്ടും നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് ആ ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഒന്നുകൂടി വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. കുറച്ച് പേര് OTG ഓവനിൽ ചെയ്യുന്ന ബ്രെഡിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിനി കൂടുതൽ ബ്രെഡ് റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതാണ്, ഹെൽത്തി ആയിട്ടുള്ളത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലുള്ള ബ്രെഡാണ്. അപ്പോൾ ഇത് ഹെൽത്തിയാണ്. അതുപോലെ നമുക്ക് രാവിലെയൊക്കെ ബട്ടറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള വീറ്റ് ബ്രെഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്